ഒരു മൾട്ടി സ്റ്റാർ പടമായിട്ട് ലേബലി വരുമ്പം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്തു പറ്റി? പടം വട്ടത്തിലും നീളത്തിലും പോയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ കാണാനായിട്ട്. നല്ലൊരു മൂവിയാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. തേങ്ങാക്കൊലയാ. എന്താ കുറച്ച് നേരമായില്ല തുടങ്ങിയിട്ട് ചൊറിയില്ല. ഇത് തേങ്ങാക്കൊലയാണ്. ഈ പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. അടിപൊളി. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. നീ ഒരാളായിട്ട് ചുമ്മാ പിന്നെ അല്ലാതെ പാട്രിയറ്റ് എന്ന സിനിമ നല്ല, ഇത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊരു സിനിമയായിട്ടാണ് വന്നത്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എനിക്ക് അവസാനക്കായപ്പോഴേക്കും അയ്യോ ഇതെന്തൊരു നിർഗുണ സിനിമയാണ്. അതായത് റൈറ്റിംഗ് വളരെ മോശം. നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പോണ്ടേ. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.